എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ? ഇന്ന് ഒരു പലഹാരമാണ്, ഒരു സ്നാക്കാണ്. കായട കേട്ടിട്ടുണ്ടോ? ഞാനും ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു കേട്ടോ. ഇതെനിക്ക് ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ചേച്ചി വയനാട്ടിലാണ്, അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന അവരുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് പറഞ്ഞു തന്നപ്പോൾ പിന്നെ അതൊരു ട്രയലൊന്നും വേണ്ടാന്ന് തോന്നി. ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കായ അടാന്ന് കേൾക്കുമ്പോൾ കായ കൊണ്ടുള്ള അടാന്നാണോ വിചാരിക്കണേ? പക്ഷെ അല്ല കേട്ടോ, അതിൽ കായേ ഇല്ല, കായം ഉണ്ട്. അതുകൊണ്ടാണോ ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയണം അത്രേ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിന് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് ഇടിയപ്പപ്പൊടിയാണ്, വറുത്ത പൊടിയാണ്. അത് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതാ അടുത്തത് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ അരിപ്പൊടി എടുത്ത ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഒരു കാ ഗ്ലാസ് കഷ്ടി, കാ ഗ്ലാസ് അത്ര എടുക്കണ്ട, അതിൽ നിന്ന് സ്വല്പം കുറയ്ക്കാം. അത്രയും ഉഴുന്നെടുത്തിട്ട് നല്ല ചുമക്ക വറുത്ത് വച്ചിരിക്കുകയാണ്. നമ്മുടെ ഉഴുന്ന് പൊടിക്കെല്ലാം വറക്കില്ലേ, അതുപോലെ ചുമക്ക വറക്കണം. അതിൻ്റെ കൂടെ ഒരു 8-10 കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉഴുന്ന് നമുക്ക് നല്ല മിനുസായിട്ട് പൊടിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും കൂടെ ഇട്ട് പൊടിച്ചാൽ അതും പൊടിയും. ഇല്ലെങ്കിൽ ഇത്ര പോരെയായിട്ട് മിക്സിയിൽ പൊടിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് വച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ജീരകം ഒരു 1/2 ടീസ്പൂൺ, എള്ളും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ പാകത്തിന് ഉപ്പ്, കായം ഒരു 1/2 ടീസ്പൂൺ ഇടാം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നമ്മൾ മുറുക്കുണ്ടാക്കില്ലേ, ആ മുറുക്കിൻ്റെ അതേ കൂട്ടാണ്, വ്യത്യാസം ഒന്നുമില്ല. ഇവിടെ കുറച്ച് വളരെ ലൈറ്റായിട്ട് ഒരു പിഞ്ച് എന്നൊക്കെ പറയാം, അത്ര പോരാ, സോഡാപ്പൊടി ചേർക്കും. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ അത് കുറച്ചും കൂടി ഒരു ഇങ്ങനെ കുറച്ച് പൊങ്ങി വരും, അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്. അപ്പം വേണമെങ്കിൽ കുറച്ച് ചേർത്തോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വളരെ കുറച്ച് ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ വീട്ടിൽ ഒന്നും ആരെയും കാണിക്കണ്ട, വീട്ടിൽ തന്നെ കഴിക്കാനാണെങ്കിൽ നമുക്കിതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ മുറുക്കിൻ്റെ കൂട്ട് തന്നെ. അപ്പോൾ നമുക്ക് ആ ഉഴുന്നൊന്ന് പൊടിച്ചു കൊണ്ടുവരണം, നല്ല മിനുസായിട്ട് പൊടിക്കണം. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ ഉഴുന്ന് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് കുഴയ്ക്കണം. മുറുക്കിനൊക്കെ കുഴക്കില്ലേ, അതുപോലെ കുഴയ്ക്കണം. കണ്ടോ, ഇതാ ഉഴുന്ന് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, എള്ള്, കായം, പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ ഞാൻ സോഡാപ്പൊടി ചേർക്കണം എന്ന് പറഞ്ഞില്ലേ, ഇതാ വളരെ കുറച്ച്, ഇത്ര മതിയാവും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊണ്ടുവരാം. കുഴച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാദ്യം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. വെള്ളം ഞാൻ നോർമൽ വാട്ടർ തന്നെ എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ കുഴയ്ക്കണം. എന്നിട്ട് നമ്മൾ പരിപ്പ് വട പരത്തണ പോലെ പരത്തുക വേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ചെറിയ ഉരുളയാക്കിയിട്ട് ഇത് കണ്ടോ, എന്നിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ തടവി ഇങ്ങനെ പരത്തി കൊടുക്കണം. വലിയ ഷേപ്പൊന്നും വേണ്ട കേട്ടോ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഇതുപോലെ പരത്തിയെടുക്കുക. ഞാനിവിടെ ഒരു 2-3-4 പരത്തി. അപ്പോൾ ബാക്കിയും കൂടെ പരത്തിയിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ചെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ,
ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നേ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഒരു 5 മിനിറ്റ് മതിയാവും. ഇത് ഒന്ന് എന്താ പറയുക, ലൈറ്റായിട്ട് കളറ് മാറുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ വീർത്ത് വന്ന കണ്ടോ. ശരിക്കും ഇങ്ങനെ ആ സോഡാപ്പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കും. ഇത് ഞാൻ ലേശം ഇട്ടില്ലേ, അപ്പോൾ അതിൻ്റെയാണ്. എല്ലാം ഓപ്ഷനാണ്, നിങ്ങൾ ചേർക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതായത് നമ്മുടെ കായട ഇവിടെ മൂത്തിട്ടുണ്ട്, ഞാൻ വാങ്ങുകയാണ്. നമുക്ക് ബാക്കിയും കൂടെ ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കായട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം വറുത്തെടുത്തു. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അതിലൊരെണ്ണം ഞാൻ കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാനും കൊടുത്തായിരുന്നു, അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിന് മുറുക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ മുറുക്കിൻ്റെ കൂട്ട് തന്നെയാണല്ലോ ചേർത്തിരിക്കണേ, അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഷേപ്പൊക്കെ കാണുമ്പോൾ വേറൊന്നും കൂടെ ഓർമ്മ വരുന്നില്ലേ, തട്ടാന്ന് പറയണ പലഹാരം. അതിൽ പക്ഷേ കടലപ്പരിപ്പും ഒക്കെ കടിക്കാനുണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ല, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ, പെട്ടെന്നാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. എന്തായാലും ചേച്ചിക്കൊരു താങ്ക്സ് കേട്ടോ, ഇത്രയും നല്ലൊരു പലഹാരം എനിക്ക് അതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.